ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് നമ്മുടെ ട്യൂസ്ഡേയിലെ Q&A സെക്ഷൻ ആണ്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ആഴ്ച വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പൊ റീസെന്റ് കുറെ പേര് ചോദിക്കുന്ന ഒരു ക്രീമാണ് ബെൻസോൽ പെറോക്സൈഡ്. അപ്പൊ നമുക്ക് ബെൻസോൽ പെറോക്സൈഡിനെ പറ്റി തന്നെ ആദ്യമേ പറയാം. ബെൻസോൽ പെറോക്സൈഡ് ഇപ്പം നിങ്ങൾക്ക് മൂക്കുരൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് കൗണ്ടർ ടോപ്പ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മൂക്കുരുവിന്റെ ക്രീം ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ എന്താണ് ബെൻസോൽ പെറോക്സൈഡ്, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് അറിയണ്ടേ? ഫസ്റ്റ് വെച്ചാൽ ബെൻസോൽ പെറോക്സൈഡ് ഒരു ആന്റിബയോട്ടിക് ആണ്, അതായത് ഇതിന് ബാക്ടീരിയ കൊല്ലാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ ബെൻസോൽ പെറോക്സൈഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പോസിലോട്ട് ഇറങ്ങിച്ചെന്നത് ബാക്ടീരിയ കൊല്ലുകയും നമ്മുടെ പോസിനെ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. കാരണം ഇതൊരു മൈൽഡ് ആയിട്ടൊരു എക്സ്ഫോളിയേറ്റിംഗ് ഫീച്ചേഴ്സ് കൂടി ബെൻസോൽ പെറോക്സൈഡിന് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ബെൻസോൽ പെറോക്സൈഡ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ ടൈപ്പ് മൂക്കുരുവിന് നമുക്ക് ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യാം? ഇപ്പൊ നിങ്ങൾക്കുള്ളത് ഒരു മൈൽഡ് ടു മോഡറേറ്റ്, അതായത് ചെറുത് തൊട്ട് ഒരു അത്യാവശ്യം മൂക്കുരു വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യാം. പക്ഷെ സിവിയർ ആയിട്ടുള്ള മൂക്കുരുവിനൊന്നും ബെൻസോൽ പെറോക്സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാലും ബെൻസോൽ പെറോക്സൈഡിന് ചെറിയ എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചില ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രധാനമായിട്ടും വിറ്റാമിൻ സി. ഇപ്പൊ നിങ്ങൾ വിറ്റാമിൻ സി സെറം ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബെൻസോൽ പെറോക്സൈഡ് വിറ്റാമിൻ സി ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ബെൻസോൽ പെറോക്സൈഡ് ഓൾറെഡി ഒരു അസിഡിക് നേച്ചറുള്ള സാധനമാണ്. അതുപോലെയാണ് വിറ്റാമിൻ സി. അപ്പൊ വിറ്റാമിൻ സിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയാതെ എപ്പോഴും വീക്ക് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ മുന്നേ പിന്നെ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ വിറ്റാമിൻ സി യൂസ് ചെയ്താലും ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്താലും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്കിന്നിന്റെ pH-നെ ഇത് ഓൾട്ടർ ചെയ്യും. അപ്പൊ ഒന്നെന്ന് വെച്ചാൽ അപ്പൊ pH-നെ ഓൾട്ടർ ചെയ്താൽ നമ്മൾ വിറ്റാമിൻ സി ഓക്സിഡൈസ് ആയിപ്പം. അത് മാത്രമല്ല നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വിറ്റാമിൻ സി ബെൻസോൽ പെറോക്സൈഡും ഒരേ സമയം യൂസ് ചെയ്യരുത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ആൽഫ ഹൈഡ്രോക്സി ആസിഡും ബീറ്റ ഹൈഡ്രോക്സി ആസിഡും. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കറിയില്ല, പക്ഷെ വീട് സ്ഥിരം കാണുന്നവർക്ക് അറിയാം. നമ്മുടെ ആൽഫയിൽ വരുന്നതാണ് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്. അതെല്ലാം ബീറ്റയിൽ വരുന്നതാണ് സാലിസിലിക് ആസിഡ്. ഈ സാധനങ്ങളുടെ സിറംസോ ക്രീംസോ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യാൻ പാടില്ല. സെയിം എഫക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിന് ഓവറായിട്ട് ഒരു അസിഡിക് നേച്ചർ കൂടുകയും അത് നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്താണ് റെറ്റിനോൾസ്. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആന്റി ഏജിങ്ങിന് വേണ്ടിയൊക്കെ അല്ലെങ്കിൽ മൂക്കുരു മാറാനും വൈറ്റ് ഹെഡ്സ് മാറാനും ഒക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാവരും റെറ്റിനോൾസ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിന്റെ കൂടെ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യരുത്. മാത്രമല്ല ചില റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മൂക്കുരു മാറാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ രണ്ട് മൂക്കുരു മാറുന്ന സാധനങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്. രണ്ട്, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ റെറ്റിനോളിന്റെ ഫലം കിട്ടാതിരിക്കുകയും സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അടുത്താണ് ട്രെറ്റിനോയിൻ. ട്രെറ്റിനോയിൻ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മറ്റൊരു തരത്തിലുള്ള വിറ്റാമിൻ ആണ് ട്രെറ്റിനോയിൻ. ഇത് നമ്മൾ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യരുത്. ചിലപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും ട്രെറ്റിനോയിനും ബെൻസോൽ പെറോക്സൈഡും കൂടി യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് ബെൻസോൽ പെറോക്സൈഡ് മോർണിംഗിൽ യൂസ് ചെയ്യുക, അതിന്റെ കൂടെ ട്രെറ്റിനോയിൻ നൈറ്റ് യൂസ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത്. ഞാൻ ഫസ്റ്റ് ഒരാഴ്ച ഉപയോഗിച്ച് പണി കിട്ടിയ ആളാണ്, ഇപ്പോഴല്ല 2 വർഷങ്ങൾക്ക് മുന്നേ. സോ അങ്ങനെ യൂസ് ചെയ്യരുത്. അപ്പൊ അതാണ് ഒരുമിച്ച് മിക്സ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ. പക്ഷേ എന്നാൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യണ്ടേ? ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി ബെൻസോൽ പെറോക്സൈഡ് ഒരുമിച്ച് ഉപയോഗിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ മോർണിംഗിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുക, കാരണം ആന്റി ഓക്സിഡന്റ് ആണ്, നല്ലതാണ്. വിറ്റാമിൻ സി മോർണിംഗിൽ യൂസ് ചെയ്യുക, നൈറ്റിൽ നിങ്ങൾ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യുക. അതുപോലെയാണ് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യില്ലേ, ഓൾട്ടർനേറ്റ് ഡേയ്സിലല്ലേ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ, അതായത് നിങ്ങൾ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡ് സിറംസ് ഒന്നും യൂസ് ചെയ്യാത്ത ദിവസം ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റെറ്റിനോളും ട്രെറ്റിനോളും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ഓൾട്ടർനേറ്റ് ചെയ്ത് യൂസ് ചെയ്താൽ മാത്രം മതി. പിന്നെ കുറച്ച് പ്രോ ടിപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ബെൻസോൽ പെറോക്സൈഡ് ഡോക്ടറിനെ കണ്ടിട്ടേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് പ്രഗ്നൻസിയുടെ സമയത്ത് കൂടുതലായിട്ട് ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യേണ്ടെന്ന് ഗൈനക്കോളജിസ്റ്റുകൾ പറയും. അപ്പോൾ പ്രഗ്നൻസിയുടെ സമയത്ത് നിങ്ങൾക്ക് മൂക്കുരു വരുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് മാത്രമേ അതിന്റെ ക്രീം ഏതെന്ന് വെച്ച് യൂസ് ചെയ്യാവുള്ളൂ. അല്ല, ഡോക്ടറിനെ കാണാൻ താല്പര്യമില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്ലിൻഡാമൈസിനും അല്ലെങ്കിൽ നമ്മൾ അസലിക് ആസിഡുമാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സ്വെറ്റിന്റെ സ്മെല്ല് അല്ലെങ്കിൽ കാലിന്റെ അടിയിലൊക്കെ മണം ഉണ്ട്, സ്മെല്ല് വരത്തില്ലേ, അതുണ്ടെങ്കിൽ നമുക്ക് ബെൻസോൽ പെറോക്സൈഡ് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഈ സ്വെറ്റിന്റെ സ്മെല്ല് അല്ലെങ്കിൽ കാലിന്റെ അടിയിലെ സ്മെല്ലൊക്കെ ഉണ്ടാക്കുന്നത് ഒരുതരം ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ കൊല്ലാനുള്ള കഴിവ് ബെൻസോൽ പെറോക്സൈഡിനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പ്രോട്ടിപ്പ് എന്ന് വെച്ചാൽ ഈ ബെൻസോൽ പെറോക്സൈഡ് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിലൊക്കെ നമ്മുടെ മൂക്കുരു ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു 5% എബോ ഉള്ള ബെൻസോൽ പെറോക്സൈഡ് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ബെൻസോൽ പെറോക്സൈഡ്
സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ മാർക്കറ്റിൽ കിട്ടും. അത് ഏതെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ബെൻസോയിൽ പെറോക്സൈഡ് അപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ ഒരു പിമ്പിൾ പാച്ച് മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ സാധനം അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ ആ ഒരു ബാക്ടീരിയ കില്ല് ചെയ്യും, നമ്മുടെ പോസിനെ ക്ലെൻസ് ചെയ്യും, പെട്ടെന്ന് ആ ബ്രേക്ക് ഡൗൺ ഡ്രൈ ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെന്റ് ആയിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യും. ഫേസ് വാഷ് ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ബാക്കി വിറ്റാമിൻ സി സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ക്രീമിന്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഈ ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത്രയാണ് നമ്മൾ ബെൻസോയിൽ പെറോക്സൈഡിനെ പറ്റി പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെൻസോയിൽ പെറോക്സൈഡിന് നല്ലതായിട്ട് എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നെ ചെറുതായിട്ട് ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യാൻ മറക്കണ്ട. അടുത്തതാണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഇപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ റീസെന്റ് ഒരുപാട് പേര് ഗ്ലൈക്കോളിക് ആസിഡിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ എന്ത് പറ്റില്ല ചോദിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ലോറിയൽ നന്നായിട്ട് പരസ്യം ചെയ്തു തുടങ്ങി. അവരുടെ പഴയ ഗ്ലൈക്കോളിക് ആസിഡ് സിറം തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ പരസ്യം വന്നു. അപ്പോൾ ലൈക്ക് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ആ സിറത്തിനെ പറ്റി അറിയാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും ഒരുപാട് പേര് ചോദിച്ചു തുടങ്ങി എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന്. അപ്പോൾ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചോദിക്കുന്നവർക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബെൻസോയിൽ പെറോക്സൈഡിന്റെ അടുത്ത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ് പറഞ്ഞു. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആണ്, ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് മെയിൻലി വാട്ടർ സോലുബിൾ ആയിട്ട് ആസിഡ് ആണ്. പിന്നെ അടുത്ത ഈ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നൊരു ബോണ്ട് ഉണ്ടല്ലോ, സ്കിൻ പിടിച്ചു നിർത്തുന്ന ഒരു ബോണ്ട്. അപ്പൊ ഡെഡ് സ്കിന്നിന്റെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് എന്ന് പറയുന്നത്. അത് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്, മെന്റിലിക് ആസിഡ് ഉണ്ട്, അങ്ങനെ കുറെ ആസിഡുകൾ ഇതിനകത്ത് വരും. നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതിൽ ഒരു ആസിഡാണ് ഗ്ലൈക്കോളിക് ആസിഡ്. പിന്നെ ഇത് എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇതായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ഫോളിയേഷൻ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതൊരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. അതായത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ വെളുപ്പിക്കാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യത്തില്ല. നമുക്ക് നോർമലായിട്ട് എന്തെങ്കിലും ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള മെലാനിൻ പ്രൊഡക്ഷനേക്കാളും നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് തടയാനായിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടാനിങ് മാറാനായിട്ട് അല്ലെങ്കിൽ മെലാസ്മ ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് പറയുന്നത്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യണം? ക്ലാസിക് ആയിട്ട്, അതായത് നോർമൽ ആയിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ആഴ്ചയിൽ 2 ദിവസം രാത്രി മാത്രം ഗ്ലൈക്കോളിക് ആസിഡ് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇപ്പൊ ഗ്ലൈക്കോളിക് ആസിഡ് 1% സെറംസ് അവൈലബിൾ ആയതുകൊണ്ട്, അതായത് നമ്മുടെ ലോറിയലിന്റെ തന്നെ സെറം എടുത്തു കഴിഞ്ഞാൽ അത് 1% ആണ്. അപ്പൊ നമുക്കത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും നൈറ്റ് ചിലപ്പോൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ്. അതല്ലാന്നുണ്ടെങ്കിൽ രാത്രിയാണ് നമ്മൾ ഈ ആസിഡ് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവ്സ് വെച്ചിട്ട് കളിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഇതിന്റെ കൂടെ 1% അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. 1% ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് നിങ്ങൾ 6% ഗ്ലൈക്കോളിക് ആസിഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന അങ്ങനെയാണ്. അല്ല നിങ്ങൾക്ക് വേറെ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നില്ല, വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നില്ല, സാലിസിലിക് ആസിഡ് സെറംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് സെറമോ നയാസിനമൈഡ് സെറമോ കോജിക് ആസിഡോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ മറ്റുള്ള എല്ലാ ആസിഡുകളെ പോലെയും സാലിസിലിക് ആസിഡ് ഒഴികെ ബാക്കിയുള്ള എല്ലാ HASനെ പോലെയും, അതായത് ആൽഫ ഹൈഡ്രോക്സി ആസിഡിനെ പോലെയും ഇത് ഒരുപാട് സ്കിൻ സൈഡ് എഫക്ട്സ് തരും. അതായത് സൈഡ് എഫക്ട് ഇൻ ദ സെൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് റെഡ്നെസ് തരാൻ ചാൻസ് ഉണ്ട്, ഇറിറ്റേഷൻ തരാൻ ചാൻസ് ഉണ്ട്, സ്കിന്നിന് ഫോട്ടോ സെൻസിറ്റീവ് ആകും, മറ്റുള്ള പ്രൊഡക്ട്സ് നമുക്ക് കൂടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വരും. അപ്പൊ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫാർമസിയിൽ ഗ്ലൈക്കോളിക് 6 എന്ന് പറഞ്ഞിട്ടുള്ള ക്രീമൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് മുഖത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, മോർണിംഗിൽ യൂസ് ചെയ്യരുത്. നിങ്ങൾ ഇനി ലോറിയലിന് 1% സെറം വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അത് മോർണിംഗിൽ യൂസ് ചെയ്യരുത്, നൈറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് ഫോട്ടോ സെൻസിറ്റീവ് ആക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ സെൻസിറ്റീവ് ആക്കുന്ന ഒരു സാധനത്തിന് മോർണിംഗിൽ ബെൻസോയിൽ പെറോക്സൈഡിനേക്കാളും ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു
സാധനത്തിന് നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആക്കാനും നിങ്ങളുടെ സ്കിന്നിൽ ടാൻ ആവാനും സ്കിൻ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്കിൻ ബേൺ ഒക്കെ വരും. സോ അങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ ഇതൊന്ന് മോർണിംഗിൽ യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫേസ് വാഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാനേ പാടില്ല. ഒന്നാമത്തെ റീസൺ സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡിനെ പോലെയല്ല, അതൊരു ഓയിൽ ലവിങ്, അതായത് ഓയിലിനോട് കുറച്ചുകൂടി അട്രാക്ഷൻ ഉള്ള ആസിഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിനെ കൂടി സാലിസിലിക് ആസിഡ് വലിച്ചെടുക്കും. അതായത് ആസിഡിന് അറിയത്തില്ലല്ലോ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ നമുക്ക് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നുള്ളത്. അത് ചെല്ലും ഓയിലിനെ കാണും വലിച്ചെടുക്കും. എക്സസീവ് ആയിട്ടുള്ള ഓയിലിനെ കൺട്രോൾ ചെയ്യാനാണ് സാലിസിലിക് ആസിഡ് നല്ലത്. നാച്ചുറൽ ഓയിലിനെ കൂടി ഇത് വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഡ്രൈ സ്കിൻകാർക്ക് എപ്പോഴും എക്സ്ഫോളിയേറ്റ് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷുകളാണ് നല്ലതെന്ന് പറയുന്നത്. അടുത്തത് വന്നത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ അത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഡോക്ടർ അഡാപ്ലിൻ പ്രിസ്ക്രൈബ് ചെയ്തു, പക്ഷെ രാത്രി 4 മണിക്കൂർ ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് കളയാനായിട്ട് ഡോക്ടർ പറഞ്ഞു. ഞാൻ അങ്ങനെ യൂസ് ചെയ്താൽ മതിയോ, എഫക്റ്റ് കിട്ടുമോ എന്നുള്ളത്. അത് ഡോക്ടർ അങ്ങനെ പറയാൻ കാരണം ഫസ്റ്റ് എന്ന് വെച്ചാൽ ഡോക്ടർ അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അഡാപ്ലിൻ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതായത് നമ്മുടെ സ്കിന്നിന് പർജിങ് തരുന്ന സാധനമാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ആ പർജിങ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നല്ല രീതിയിൽ മോക്കുരു വരും. നമ്മൾ പേടിച്ചു പോയി, ഈശ്വരോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചു പോയി. അത്ര നല്ല രീതിയിൽ മോക്കുരു വരാൻ ചാൻസ് ഉള്ള സാധനമാണ് അഡാപ്റ്റിൻ. അപ്പൊ അങ്ങനെയുള്ള സാധനം നമ്മളൊരു 4 hours വെച്ചിട്ടൊക്കെ യൂസ് ചെയ്ത് പിന്നെ കഴുകി കളയുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് നമുക്ക് അത്രയും ലൈക്ക് ആ സ്കിൻ ഇറിറ്റേഷൻ വരുന്നതിന് നമുക്ക് അങ്ങനെ തടയാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കിൻ നല്ല തിന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇറിറ്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അഡാപ്റ്റിൻ സ്കിൻ തിന്നാക്കത്തില്ല, പക്ഷെ ഓൾറെഡി നിങ്ങളുടെ സ്കിൻ തിന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് 4 hours പറഞ്ഞത്. നിങ്ങൾക്ക് 4 hours അല്ലേ പറഞ്ഞത്, എനിക്ക് ½ an hour ആയിരുന്നു പറഞ്ഞിരുന്നത്. സോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 4 hours അല്ലെങ്കിൽ ½ an hour അല്ലെങ്കിൽ 1 hour ഓരോരുത്തരുടെ സ്കിന്നിന്റെ തിക്നെസ് അനുസരിച്ച് കഴുകി കളയാൻ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ലെസ് ഇറിറ്റേഷൻ ആയിട്ട് അഡാപ്റ്റിൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ കഴുകി കളയുന്ന മെത്തേഡ് യൂസ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതിനുശേഷം അഡാപ്റ്റിൻ അപ്ലൈ ചെയ്യുക, വീണ്ടും മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക. അതായത് സാൻഡ്വിച്ച് മെത്തേഡ്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പഴയ ആൾക്കാർക്ക് സ്ഥിരം അറിയാം, ഞാൻ എപ്പോഴും പറയുന്ന സാധനമാണ് സാൻഡ്വിച്ച് മെത്തേഡ്. സാൻഡ്വിച്ച് മെത്തേഡ് അഡാപ്റ്റിൻ യൂസ് ചെയ്യും. സാൻഡ്വിച്ച് മെത്തേഡ് അഡാപ്റ്റിന് മാത്രമല്ല നമുക്ക് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യും. കാരണം സ്കിൻ ഇറിറ്റേഷൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് സാൻഡ്വിച്ച് മെത്തേഡായിട്ട് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യും. എന്നാൽ അഡാപ്റ്റിന് മാത്രമേ സാൻഡ്വിച്ച് മെത്തേഡ് പറ്റൂ, ബെൻസോൾ പെറോക്സൈഡിന് മാത്രമേ സാൻഡ്വിച്ച് മെത്തേഡ് പറ്റുള്ളൂ എന്ന് വെച്ചാൽ അല്ല. നമുക്ക് റെറ്റിനോളിനൊക്കെ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. റെറ്റിനോളൊക്കെ ബേസിക്കലി ബിഗിനേഴ്സ് ആണെങ്കിൽ സാൻഡ്വിച്ച് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബാക്കി അല്ലാതെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും. പിന്നെ ഡോക്ടർ ഇപ്പൊ നിങ്ങളുടെ ഫുൾ വീക്ക് യൂസ് ചെയ്യാൻ പറയുന്നെങ്കിൽ യൂസ് ചെയ്തോ കുഴപ്പമില്ല. അല്ലെങ്കിൽ നോർമലി നമ്മുടെ അഡാപ്റ്റിൻ, ട്രെറ്റിനോയിൻ അല്ലെങ്കിൽ ലെറ്റിനോളൊക്കെ ആഴ്ചയിൽ 4 ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി ഇപ്പം അഡാപ്റ്റിൻ എന്നൊക്കെ പറഞ്ഞു, ഇനി അഡാപ്റ്റിൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിറ്റാമിൻ ഇല്ലേ, അതായത് നമ്മുടെ ട്രെറ്റിനോയിന്റെ വേറൊരു പ്രിസ്ക്രിപ്ഷൻ വേർഷൻ ആണ് അഡാപ്റ്റിനും ട്രെറ്റിനോയിനും ഒക്കെ. അതൊന്ന് ഒരു കാര്യം. അടുത്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പം റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ട്, മോക്കൊരു കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കാരണം ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഡോക്ടർ നിങ്ങൾക്ക് അഡാപ്റ്റിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റെറ്റിനോളും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത്. സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും. പിന്നെ 2 റെറ്റിനോളിന്റെ ആവശ്യം നമ്മുടെ സ്കിന്നില്ല. പിന്നെ നിങ്ങൾ വിറ്റാമിൻ സി സെറംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരിക്കലും അഡാപ്റ്റിന്റെ കൂടെ യൂസ് ചെയ്ത് നൈറ്റ് അഡാപ്റ്റിൻ യൂസ് ചെയ്യുക, മോർണിംഗിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുക, അങ്ങനെയാക്കാം. അതുപോലെയാണ് സാലിസിലിക് ആസിഡ് സെറംസ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നൈറ്റ് ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഡെംഡോക്കിന്റെ ഒക്കെ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നെങ്കിൽ അതിന്റെ കൂടെ ഒരിക്കലും നിങ്ങൾ അഡാപ്റ്റിൻ യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ള നൈറ്റ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ സാൻഡ്വിച്ച് മെത്തേഡും യൂസ് ചെയ്യരുത്. കാര്യം എന്തെന്ന് വെച്ചാൽ 2% കോജിക് ആസിഡിന്റെ കൂടെ അതിനകത്ത് 2% സാലിസിലിക് ആസിഡും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം. അതിപ്പോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോയിസ്ചറൈസർ നന്നായിട്ട് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ അതിന് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കുക. ഞാൻ പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിനെ ഫ്രണ്ട് അല്ല നോക്കിയാണ്, ബേക്കിൽ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കിയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടിൽ ഇൻഗ്രീഡിയൻസിന്റെ ഒന്നുകിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അതല്ലെങ്കിൽ ഗൂഗിളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ നോക്കിയിട്ട് പറയാൻ പറ്റും. ഒരു കാര്യം, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ പറഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടും പഴയ മെസ്സേജും പുതിയ മെസ്സേജും എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആവുന്നതുകൊണ്ടാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഞാൻ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു മെസ്സേജ് ഞാൻ റിപ്ലൈ തരും. മനഃപൂർവ്വം തരാതിരിക്കുന്നതല്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ Q&Aയിൽ നമ്മൾ ബെൻസോൾ പെറോക്സൈഡിനെയും ഗ്ലൈക്കോളിക് ആസിഡിനെയും റെറ്റിനോളിനെ ഒക്കെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് DM ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത Q&Aയിൽ അത് ക്ലിയർ ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നവർ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.